കാലം മാറും, കഥകളും മാറും. പക്ഷേ ചില ചോദ്യങ്ങൾ മനുഷ്യരുടെ മുൻപിൽ കാലാതീതമായി അവശേഷിക്കും. അതായത്, മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കും? മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ ചെയ്യുന്ന പാപങ്ങളുണ്ടോ? പാപപുണ്യകർമ്മങ്ങളുടെ ഫലമെന്താണ്? വിഷഭയങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും മോചനം സാധ്യമാണോ? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ഇവയ്ക്കെല്ലാം മറുപടി ലഭിക്കാൻ സഹായിക്കുന്ന നമ്മുടെ പുരാണങ്ങളിൽ വളരെ കുറച്ചു മാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു മഹാപുരാണമാണ് ഗരുഡപുരാണം. ഭാരതീയ ഹൈന്ദവ പുരാണങ്ങളിൽ വച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഗരുഡപുരാണം. ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡന് നൽകുന്ന ഉപദേശങ്ങളുടെ രൂപത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും മരണശേഷം ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ചും അതുപോലെ വിവിധതരം പാപങ്ങൾ ചെയ്തിട്ടുള്ളവർക്കായി കരുതിയിട്ടുള്ള 28 തരം നരകങ്ങളെക്കുറിച്ചുമെല്ലാം ഗരുഡപുരാണത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ ധർമ്മബോധം, എങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കാം, ദാനം, തപസ്, ഭക്തി, എല്ലാറ്റിനുമുപരിയായി വിഷ്ണുഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും എങ്ങനെ മുക്തി നേടി വൈകുണ്ഠത്തിലെത്താമെന്നും ഈ പുരാണം നമ്മളെ പഠിപ്പിക്കുന്നു. പാപപുണ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്കതനുസരിച്ച് ജീവിക്കാമെന്നർത്ഥം. വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഗരുഡപുരാണയജ്ഞം ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ ക്ഷേത്രത്തിൽ 2026 ജനുവരി 23, 24, 25, 26 തീയതികളിലായി നടക്കുകയാണ്. മഹാവിഷ്ണുവിനൊപ്പം മറ്റൊരു ശ്രീകോവിലിൽ ഗരുഡനും പ്രധാന മൂർത്തിയായി കുടികൊള്ളുന്ന ഒരു അപൂർവ ക്ഷേത്രമാണിത്. ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തെപ്പറ്റി വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ ഇവിടെ ഗരുഡപുരാണയജ്ഞത്തോടൊപ്പം വിശിഷ്ടമായ ഗരുഡപഞ്ചാക്ഷരി ഹോമവും നടക്കുന്നുണ്ട്. ഗരുഡനെ ആരാധിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഏറെയാണ്. ഗരുഡനും സർപ്പങ്ങളും തമ്മിലുള്ള ശത്രുതയും പ്രസിദ്ധമാണല്ലോ. കാളസർപ്പയോഗം, സർപ്പദോഷം മൂലമുണ്ടാകുന്ന വിവിധ രോഗങ്ങൾ, ത്വക്കുരോഗങ്ങൾ, സന്താനഭാഗ്യമില്ലായ്മ, കുട്ടികൾക്കുണ്ടാകുന്ന പക്ഷിപീഡ, സംസാരശേഷിക്കുറവ്, രാഹുർദോഷം, വാസ്തുദോഷം എന്നിവയ്ക്കെല്ലാം പരിഹാരവുമാണ് ഈ ഗരുഡപഞ്ചാക്ഷരി ഹോമം. സ്ഥലത്തെ മണ്ണ് പൂജിക്കുന്നതിനായി വസ്തുവിൻ്റെ 4 മൂലയ്ക്കിൽ നിന്നും മണ്ണെടുത്ത് ഒരു മഞ്ഞ പട്ടിൽ പൊതിഞ്ഞ് ഈ സമയം ക്ഷേത്രത്തിൽ പൂജിക്കാനായി സമർപ്പിക്കുകയും ചെയ്യാം. ഗരുഡപുരാണയജ്ഞവും ഗരുഡപഞ്ചാക്ഷരി ഹോമവും നടത്തുന്നത് ഈ രംഗത്ത് പ്രസിദ്ധനായ ശ്രീ മേഴത്തൂർ സുദർശനൻ നമ്പൂതിരിപ്പാടാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ശ്രീ രാമചന്ദ്ര അടികയാണ് ഭദ്രദീപ പ്രകാശനം നടത്തി അനുഗ്രഹ പ്രഭാഷണത്തോടെ ഈ വിശിഷ്ടമായ ചടങ്ങിന് തുടക്കം കുറിക്കുന്നത്. കേരളത്തിൽ വളരെ അപൂർവമായി നടക്കുന്ന ഈ മഹത്തായ കർമ്മങ്ങളിൽ പങ്കുചേരുവാൻ സാധിക്കുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ക്ഷേത്രം ഓഫീസുമായി ബന്ധപ്പെടാവുന്നതുമാണ്. ക്ഷേത്രത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറുമൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുമുണ്ട്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും ചെമ്മനാട്ടപ്പൻ്റെയും ഗരുഡസ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.